ഹലോ ഗായ്സ്, കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ? വെഡ്ഡിങ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ സമയം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഹൽദി ഫംഗ്ഷൻ വേണം എന്നുള്ളത്. അത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഒക്കെ ഒത്തുകൂടാനും സന്തോഷിക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ ആയിട്ടൊരു ഫംഗ്ഷൻ. അങ്ങനെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കളർ തീമാണല്ലോ ഡിസൈഡ് ചെയ്യേണ്ടത്. എൻ്റെ ഡ്രസ്സ് സെറ്റായി കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കി എല്ലാവരെയും ഒരു കളറിൽ സെറ്റാക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഫ്രീ ആയ സമയത്ത് പോയിട്ട് മുന്നേ തന്നെ ഡ്രസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് വെച്ചു. മെറ്റീരിയൽ നോക്കാം എന്നുള്ള രീതിയിൽ പരാഗിലാണ് പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കണ്ടിരുന്നു. അപ്പോൾ ഓൾറെഡി സ്കേർട്ട് എന്താണെന്നുള്ളതിന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടോപ്പ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി എനിക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ എടുത്ത് അതിന് വേണ്ട മാച്ചിങ് ലേസും എടുത്തു. പിന്നെ അടുത്തത് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് എപ്പോഴും എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് വരച്ച് ആണിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതാകുമ്പോൾ എൻ്റെ ഐഡിയ എന്താണോ അത് അവർക്ക് അതേപോലെ മനസ്സിലാവുമല്ലോ എന്നുള്ള വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഫുൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോത്തീസിലേക്ക് പോയി. അതേ ദിവസം തന്നെയായിരുന്നു എനിക്ക് സേവ് ദ ഡേറ്റിൻ്റെ കോസ്റ്റ്യൂം എടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ പോത്തീസിൽ പോയിട്ട് സേവ് ദ ഡേറ്റിന് വേണ്ടിയിരുന്ന ഒരു ധാവണിയുടെ മെറ്റീരിയൽ അവിടെ പോയി എടുത്തു. ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്തൊക്കെ വന്നപ്പോൾ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ നല്ല രസമുള്ള, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമായി മാറി. എൻ്റെ മനസ്സിൽ ഞാനൊരു കോഫി ബ്രൗൺ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അതിൻ്റെ ഒരു ധാവണി സെറ്റ് അവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതൊരു കോമൺ കളറാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോയ്ക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വന്നിട്ട് അൺബോക്സ് ചെയ്ത് നോക്കുകയാണിത്. ഓരോന്നും ഇങ്ങനെ നോക്കി ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഒക്കെ സെറ്റാക്കി വന്ന ഏതെങ്കിലും ഐറ്റംസിൽ വല്ല ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മൊത്തത്തിലൊക്കെ നോക്കിയിട്ട്, കാരണം ഇത് കുറേ മുന്നേ ഞാൻ മേടിച്ചു വെച്ചതാണ്. അപ്പം സമയത്ത് ഇതെടുത്ത് നോക്കി എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ കണ്ടാൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് സംഭവങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ അത് അതേപോലെ കൊണ്ടുവച്ചു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡാൻസിൻ്റെ പ്ലാനിങ് ആയിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം പ്ലാനൊക്കെ ചെയ്ത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഞാനും പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ ഹൽദിക്ക് കുറച്ച് ദിവസം മുന്നേ സ്റ്റേജൊക്കെ കെട്ടിയപ്പോഴാട്ടോ നമ്മുടെ അടുത്തുള്ള എല്ലാ കുഞ്ഞു കുട്ടികളെയും വിളിച്ചിട്ട് അതിൻ്റെ ഡാൻസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ഞാൻ മുന്നേ മേടിച്ചു വെച്ചിരുന്ന ഡെക്കറേഷൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും മേടിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അത് അവിടെ ഇവിടെയൊക്കെ കൊടുക്കാൻ നോക്കി. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഹൽദി ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.